ഹായ്, ഇന്ന് നമ്മൾ നല്ലൊരു മാംഗോ സ്റ്റൈലിലെ ഡിഷാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് കക്ക എന്ന് പറയും, ഇവിടെ മംഗലാപുരത്തൊക്കെ ഇതിന് മറുവായി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ സാധാരണ പിടിയൊക്കെ ഉണ്ടാക്കിയല്ലേ നമ്മുടെ കേരളത്തിൽ, ആ പിടി ഉണ്ടാക്കുന്ന പോലെ ഈ കക്കായിനെ കറി വെച്ചിട്ട് ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് കറിക്കകത്തിട്ട് വേവിച്ചെടുക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അതുപോലെ നല്ല ഹെൽത്തിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അതുപോലെ തന്നെ ഡിന്നറായിട്ടും കഴിക്കാം. സാധാരണ ഇത് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് അതിൻ്റെ പരിപാടിയാട്ടോ. 1 കിലോ കക്ക മേടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. ഈ കക്ക നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വായൊക്കെ തുറന്ന് നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് വെള്ളം മാറ്റി കഴുകിയെടുക്കണം. അപ്പോൾ അതിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ച കാരണം ഇതുകൊണ്ട് ഇതിൻ്റെ വായ ഇതുപോലെ തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് തുറന്നിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് വേസ്റ്റ്, ഒരു കറുത്ത കളറിൽ വേസ്റ്റ് ഉണ്ടാവും, അതൊന്ന് ഇതുപോലെ നമുക്കൊന്ന് എടുത്ത് കളയാം. എടുത്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഷെല്ല് നമ്മൾ ഉപയോഗിക്കും കറി വെക്കാനായിട്ട്. ഒരു ഷെല്ലിൻ്റെ അകത്തുള്ള ആ മീറ്റെല്ലാം നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ മാറ്റി ഇതിലേക്ക് വെച്ചിട്ട് ഇത് നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കണം. ഇത് നല്ല കാൽസ്യം റിച്ചാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഈ മാംസം മാത്രമല്ല, മാംസമില്ല, ഒരു ഷെല്ലോട് കൂടി കറി വെക്കുക. ചെറിയ കക്കയാണെങ്കിൽ മുഴുവനോടെ ഇട്ട് കറി വെക്കാം. വലുതാണെങ്കിൽ ഇതുപോലെ ഒരു ഷെല്ല് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കണ്ട, ഞാനിപ്പോൾ കക്കയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഷെല്ലോടുകൂടി കറി വെക്കുമ്പം അതിൻ്റെ നല്ല കാൽസ്യമാണ്. ഇവിടെയുള്ളവരൊക്കെ പറയും നമുക്ക് എല്ലുകൾക്കൊക്കെ ബലം കൂട്ടാൻ നല്ലതാണ് ഇതുപോലെ ഷെല്ലോടുകൂടി നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി അരി ഞാൻ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് പച്ചരിയും അതുപോലെ തന്നെ 1 ഗ്ലാസ് പുഴുക്കലരിയും. നമുക്ക് പച്ചരി തന്നെ വേണമെങ്കിൽ തന്നെ ആണെങ്കിലും പറ്റും, ഇല്ല പുഴുക്കലരി തന്നെ ആണെങ്കിലും പറ്റും. ഞാനിപ്പം സമസമം പുഴുക്കലരിയും പച്ചരിയും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന അരി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് ഒരു പാനിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കണമല്ലോ. നമുക്കിപ്പോൾ കല്ലിൽ അരയ്ക്കുവാണെങ്കിൽ അത് വെള്ളം പാകത്തിനായിട്ട് അരച്ചെടുത്താൽ മതി. മിക്സിയിൽ അരയ്ക്കുമ്പം കുറച്ച് വെള്ളം കൂട്ടി അരച്ചിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മളത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് പറ്റി കിട്ടും നമുക്ക്. അപ്പോൾ ടേസ്റ്റും കുറച്ചുകൂടെ നന്നായിരിക്കും ഇതുപോലെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ. ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഇതൊന്ന് കട്ടിയായി കിട്ടും. ഇതുകൊണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടിയ മസാലകൾ: ഒരു 10 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് കുരുമുളക്, ഒരു 1/4 സ്പൂണ് ജീരകം 1/2 സ്പൂൺ വരെ. ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1/2 സ്പൂൺ വരെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണേ എടുത്തിട്ടുള്ളൂ. 2 സ്പൂണ് മല്ലി. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം. മറന്നു, ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഉലുവ കൂടി ചേർക്കണം. ഒരു അധികമല്ല, ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അത് ഞാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ഉലുവ കൂടി എടുത്തിട്ടുണ്ട്. ഉലുവ അധികം ആകരുത്, ഒരു കുറച്ച് മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കരിയാതെ തന്നെ നമുക്കിങ്ങനെ പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു കുറച്ച് പുളി, അതെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അത്രയും പുളി ഇതും കൂടെ ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. അരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. മസാലയൊക്കെ അരച്ചു. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ കുറച്ച് നമ്മളിപ്പം സാധാരണ പിടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു സൈസിൽ ഇതുപോലെ കയ്യിൽ ഉരുട്ടി ചെറിയ ഉരുളകളാക്കിയിട്ട് നടുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് കയറാനും പെട്ടെന്ന് വെന്ത് കിട്ടാനുമായിട്ടാണ്. ഇതുകൊണ്ട് ഇതുപോലെ എല്ലാം ഞാനൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിക്കകത്ത് വെക്കുമ്പോഴായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ്. ഇല്ല വേറെ പാത്രത്തിൽ വെക്കാം, പക്ഷേ ചട്ടിക്കകത്ത്
തീക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്തു, കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ളൊരു മസാലയാണ്. നമ്മളിപ്പോൾ വറ്റൽമുളകൊക്കെ അരച്ച് തേങ്ങയൊക്കെ അരച്ച് നല്ല തിക്കായിട്ടുള്ള മസാലയാണ്. മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്നിത് ആ എണ്ണയ്ക്കകത്തൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബോൾസ്, റൈസ് ബോൾസൊക്കെ ഇതിലേക്ക് കിടന്ന് വെന്തൊന്ന് കുറുകണം. അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ. നമ്മൾ റൈസ് ബോയിൽ ചെയ്യാൻ നേരത്തെ അതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് എല്ലുകൾക്ക് ബലം കൂട്ടാനായിട്ട് നല്ലതാണ്. പ്രായമായവർക്കൊക്കെ എല്ലിന് നല്ല ബലം കിട്ടാനായിട്ട് നല്ലതാണ്. നല്ല കാൽസ്യം റിച്ചാണ് ഈ കക്ക. അപ്പം ഇതിൻ്റെ ഷെല്ലോടുകൂടി നമ്മളിട്ട് കറി വെച്ച് കഴിക്കുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് കാൽസ്യം നന്നായിട്ട് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ എല്ലിനൊക്കെ നല്ല ബലം കിട്ടും. ഇപ്പോൾ ഇതുകൊണ്ട് ഞാൻ കക്കയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ കക്കയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും കറിയൊക്കെ നന്നായിട്ട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങും. തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യണം. അത് തിളച്ച് ചാടി പോകരുത്. മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം നമ്മളൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ആ കക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കക്കയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ബോൾസ് ഉണ്ടല്ലോ, തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കും നല്ല ചൂടോടുകൂടി നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം ഒരു പകുതിയോളം റൈസ് ബോൾസ് ഇതിലേക്ക് ഇട്ടു. അപ്പം ആ തിളയൊന്ന് പതുക്കെ കുറയും. അപ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പം ബാക്കിയുള്ള റൈസ് ബോൾസ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ റൈസ് ബോൾസും ഇതുപോലെ ചേർത്ത് കൊടുക്കണം. കണ്ടോ, തിള നിന്ന് കഴിയുമ്പോൾ നമ്മൾ നിർത്തണം. പിന്നെയും തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ. എൻ്റെ ചട്ടി കുറച്ച് ചെറുതായിപ്പോയി. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കണേ. അപ്പോൾ ഇത് നിറച്ചായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിന് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി ഇതുപോലെ നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള, ഇവിടെയൊക്കെ ഇതിന് മറുവായി പുണ്ടി എന്നാണ് പറയുന്നത്, മറുവായി പുണ്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കുവാണെങ്കിൽ കുറച്ച് വേഗം തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇതിപ്പം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്, എൻ്റെ മമ്മി മഴക്കാലത്തൊന്ന് തെന്നി വീണ് കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലിന് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനിത് തയ്യാറാക്കിയതാണ്. അപ്പോൾ നമുക്ക് മമ്മിക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം. മമ്മിയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന്. ചൂടാ? പതുക്കെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. നല്ലുണ്ടോ? നല്ല അടിപൊളിയാ? ആ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മമ്മി പറഞ്ഞു അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. സാധാരണ ഇത് രാത്രിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇവിടെയൊക്കെ കഴിക്കാറ്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി, ചാറൊക്കെ കുറുകി ഉണ്ടാവും. ഇതിപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ ഡിന്നറിന് കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.